ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഐറ്റമാണ് ശർക്കര വരട്ടി. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇച്ചിരി വീതിയിൽ തന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ 4ആയിട്ട് മുറിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം 2 കിലോ ഏത്തയ്ക്കാണ് എടുക്കുന്നത്. അത് ഈ ഒരു രീതിയിൽ അരിഞ്ഞ് നമുക്ക് വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ച് വറുത്തെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിതിനെ ശർക്കരയിലൊക്കെ വഴറ്റുമ്പോൾ പിന്നെ അത് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മളൊരു 2 കിലോ ഏത്തയ്ക്കായും അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏത്തക്ക ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ശർക്കര ചീകി വെക്കണം. ഒരു 1/4 കിലോ 300 ഗ്രാമോളം ഒക്കെ വരും. അത്രയും ശർക്കര നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ശർക്കര നമുക്ക് പാനിയാക്കണം. അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി ഇത് പാനിയാക്കിയ ശേഷം ഇതൊന്ന് അരിപ്പയിൽ അരിച്ച് അതിൻ്റെ പൊടിയും മറ്റു കല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ശർക്കര പാനിയായിട്ടുണ്ട്. നമുക്കിതിനെ കുറുക്കി പുരട്ടിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു അരിപ്പയിൽ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തീ കൊടുത്ത് ചൂടാക്കി നമുക്കിതിനെ കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ചൂടാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഒരു കുഴമ്പൻ പരുവത്തിൽ കയ്യിലൊട്ടുന്ന പരുവമൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ട്. ഒട്ടുന്ന പരുവമാകുമ്പോഴാണ് നമുക്ക് ഉപ്പേരി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പേരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടിയിലൊന്നും പിടിക്കാതെ. അപ്പോൾ നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒന്ന് പിടിച്ച ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാം. അത് വേണ്ട മസാലപ്പൊടികൾ എന്ന് പറയുന്നത് ജീരകവും ഏലക്കായും പൊടിച്ചു വെച്ചതും പിന്നെ ചുക്കുപൊടി മേടിക്കാനും കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത്. പിന്നെ അവസാനം ഒരു 2 സ്പൂണ് 3 സ്പൂണ് പഞ്ചസാരയോടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ. അപ്പോൾ ഇതെല്ലായിടത്തും ഇളകി പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്ന ഒരു 2 സ്പൂണോളം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കുക. നമുക്ക് ഇച്ചിരി പഞ്ചസാര ഒരു 2 സ്പൂണോളം ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. മധുരം അധികം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോഴും ഇത് ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ വാങ്ങി വെക്കാം.
ഏലക്കായുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം കൂടെ വരും. അപ്പം ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള രുചി എന്ന് പറയുന്നതും. അപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല രുചികരമായിട്ട് ശർക്കര വരട്ടി ഇങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു.